इसलिए बयान दिया था ना कि 100 से लड़की ये बैठे थी वहाँ पे, मेरी माँ बैठी थी उस टाइम जब इसने बयान दिया था. നിയുക്ത BJP MP-യും പ്രശസ്ത ബോളിവുഡ് നടിയുമായ കങ്കണ റണൌത്തിന് കഴിഞ്ഞ മിനിയാന്ന് വ്യാഴാഴ്ച 3 മണിയോടെ ചണ്ഡീഗഡ് എയർപോർട്ടിൽ വെച്ചിട്ട് കരണത്ത് ഒരു അടി കിട്ടി. അപ്പം അത് ആരടിച്ചു, എന്തിനടിച്ചു, അടി മതിയായോ അല്ലെങ്കിൽ പോരെ അല്ലെങ്കിൽ നല്ലതായോ എന്നൊക്കെയുള്ള ചർച്ചയാണ് 2 ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആരാണ് അടിച്ചത്, എന്തിനാണ് അടിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. രാജ്യം കണ്ട നല്ല നടിമാരിൽ ഒരാളാണ് ബോളിവുഡ് നടിയായ കങ്കണ റണൌത്ത്. ഹിമാചൽ പ്രദേശിൽക്കാരിയാണ്. അവിടുത്തെ മാണ്ഡി മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തു, MP ആവുകയും ചെയ്തു. നല്ല നടിയാണ്, ബോളിവുഡ് നടിയാണ്. നല്ല നടിക്കുള്ള ദേശീയ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ നടി ഒരുപാട് തവണ. അപ്പം ഈ ഒരു നടി ഈ BJPയിൽ എത്തിയതോടുകൂടി പിന്നെ പൊതുവെ മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങുമല്ലോ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അടി വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പാർലമെന്റിലേക്ക് പോവുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം ചണ്ഡീഗഡ് എയർപോർട്ടിൽ എത്തിയതാണ് നമ്മുടെ കങ്കണ റണൌത്ത്. കങ്കണ റണൌത്തിനെ CISF വനിതാ ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൗർ കരണത്തടിച്ചപ്പോൾ പറഞ്ഞത് ഇത് കർഷകരെ അപമാനിച്ചതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുൽവീന്ദർ കൗർ ഈ കങ്കണയുടെ കരണത്തടിച്ചത്. അപ്പോൾ അതിനുള്ള പശ്ചാത്തലം ആയിട്ട് പിന്നീട് അവർ ഈ വീഡിയോ വൈറലായി പുറത്തു വന്നു. അതിനുശേഷം ഈ കുൽവീന്ദർ കൗറിൻ്റെ മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നു. കാരണം 2020 ഈ മോദി സർക്കാർ ഈ 3 കർഷകർക്ക് എതിരെയുള്ള 3 നയങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരെ കർഷക സമരം നടത്തിയ സമയത്ത് ഈ കങ്കണ റണൌത്ത് ഈ കർഷകർക്കെതിരെ പ്രസംഗിച്ചതിൽ ഈ അവർ ഖലിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ സമരം ചെയ്യുന്നത് എന്നും പറഞ്ഞു ഈ കർഷകരെ പറ്റി. അപ്പോൾ ഈ കർഷകർ 100 രൂപ കൂലിക്കാണ് ഈ സമരം ചെയ്യുന്നത്, അതല്ലാതെ അതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ കങ്കണ പ്രസംഗിച്ചതിന് പ്രതികാരമായിട്ടാണ് ഈ കുൽവീന്ദർ കൗർ വ്യാഴാഴ്ച കങ്കണ റണൌത്തിനെ കരണത്തടിച്ചത്. കാരണം അവർ പറയുന്നത് ഈ കുൽവീന്ദർ കൗർ ചോദിക്കുന്നത് എൻ്റെ അമ്മയും ആ കർഷകരുടെ സമരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, 100 രൂപ കിട്ടിയാൽ കങ്കണ ഇതുപോലുള്ള സമരത്തിന് പോകുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതും അപ്പോൾ 2020 കങ്കണ കർഷകർക്കെതിരെ പ്രസംഗിച്ചതിന് പ്രതികാരമായിട്ടാണ് ഈ കുൽവീന്ദർ കൗർ ഈ കങ്കണയെ കഴിഞ്ഞ വ്യാഴാഴ്ച 3 മണിയോടെ എയർപോർട്ടിൽ നേരിട്ട് കിട്ടിയപ്പം അടിച്ചത്. അതിൻ്റെ പ്രതികാരമായിട്ടാണ് തൻ്റെ അമ്മയും ആ കൂട്ടത്തിൽ സമരക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് ഈ വനിതാ ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പഞ്ചാബിൽ നിന്നുള്ള ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഈ കുൽവീന്ദർ കൗർ വരുന്നത്. ഈ CISF ഉദ്യോഗസ്ഥ ആയിട്ട് വരുന്നത് ഈ ഒരു കർഷക ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് എന്തായാലും അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഈ കർഷകരായിട്ടുണ്ടാകുമ്പം പ്രത്യേകിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പം ആ ഒരു അമർഷം വരിക സ്വാഭാവികമാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ കർഷകർക്ക് എതിരെ ഈ കങ്കണ നടത്തിയ ഈ പരാമർശത്തിന് ആണ് ഈ കുൽവീന്ദർ കൗർ അവരെ അടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അവർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെ കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കങ്കണ അവർക്കെതിരെ നിലവിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. കങ്കണ ഓക്കെ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കങ്കണയുടെ സസ്പെൻഡ് കാരണം ഈ പല ആളുകളും ഇപ്പം ബോളിവുഡിലെ സംഗീത സംവിധായകൻ വിശാലൊക്കെ അവർക്ക് ജോലി വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കർഷകരും ഈ കർഷക സമിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഈ കുൽവീന്ദർ കൗറിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ തിരിച്ചെടുക്കണമെന്നും അവർ ചെയ്തത് ന്യായമാണ്, അവരെ സസ്പെൻഡ് ചെയ്തത് തെറ്റാണെന്നൊക്കെ ഉള്ള പല ന്യായവാദങ്ങളും പലരും പറയുന്നുണ്ട്. അപ്പം എന്തായിരുന്നാലും അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പം എന്തായിരുന്നാലും കങ്കണക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം നമ്മൾ ഈ മണ്ടത്തരങ്ങൾ ഇങ്ങനെ കാലാകാലം മോദിയെ പോലെ അല്ലെങ്കിൽ ഈ BJPക്കാരെ പോലെ മണ്ടത്തരങ്ങൾ കാലാകാലം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നാൽ എവിടുന്നെങ്കിലും ഇതിന് എങ്ങനെയെങ്കിലും ഒരു അടി കിട്ടും എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.